നിങ്ങളുടെ ലോകം തകർന്നു വീഴുമ്പോൾ നിങ്ങൾക്ക് മുമ്പ് ചെയ്യാൻ കഴിയാത്ത ഒന്ന് ചെയ്യാൻ നിങ്ങൾക്ക് അവസരം ലഭിക്കും. എഴുന്നേൽക്കുക. ഉള്ളിൽ മരിക്കുന്നത് എങ്ങനെയാണെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് പുനർജനിക്കാൻ കഴിയൂ. നിങ്ങളുടെ കഥയെ പ്രതിരോധശേഷി എന്നോ പ്രതീക്ഷ എന്നോ സ്വാതന്ത്ര്യം എന്നോ വിളിക്കാം. ഇത് ഫീനിക്സ് പക്ഷിയുടെ കഥയാണ്. തകർന്നു വീഴുന്നത് നിങ്ങൾക്ക് പുതിയ എന്തെങ്കിലും നിർമ്മിക്കാനുള്ള ഒരു കാരണം നൽകുന്നു. ഇത് നിങ്ങൾക്ക് മാത്രമല്ല, നാശത്തിന്റെ ചാരത്തിൽ നിന്ന് എങ്ങനെ ഉയർത്തെഴുന്നേൽക്കാൻ കഴിയുമെന്ന് അറിയാൻ ആഗ്രഹിക്കുന്നവർക്കും ഒരു രോഗശാന്തിയാണ്. തകർന്നു വീണതിനു ശേഷം എത്ര തവണ നീ എഴുന്നേൽക്കാറുണ്ട്? ഓരോ തവണയും ഒന്നും ശേഷിക്കാത്തതായി തോന്നുമ്പോൾ എന്തു ചെയ്യാൻ കഴിയുമെന്ന് അവ നിങ്ങൾക്ക് ഒരു സൂചന നൽകും. നിങ്ങളുടെ സ്വന്തം വീണുപോയ ചാരത്തിൽ നിന്ന് എഴുന്നേൽക്കാൻ മുമ്പെന്നത്തേക്കാളും തിളക്കവും സൗന്ദര്യവും നേടാനുള്ള നിങ്ങളുടെ കഴിവിൽ വിശ്വസിക്കുക. നിങ്ങൾക്ക് അത് ചെയ്യാൻ കഴിയും. നിങ്ങൾ അതിനായി ജനിച്ചവരാണ്. 1. ചിലപ്പോൾ നിങ്ങൾക്ക് സംഭവിക്കുന്ന ഏറ്റവും മോശമായ കാര്യം നിങ്ങൾക്ക് അതിജീവിക്കാൻ കഴിയില്ലെന്ന് നിങ്ങൾ കരുതുന്ന കാര്യം. അതാണ് നിങ്ങളെ മുമ്പത്തേക്കാൾ മികച്ചതാക്കുന്നത്. 2. ഒരു നക്ഷത്രം ജനിക്കണമെങ്കിൽ ഒരു കാര്യം സംഭവിക്കണം. ഒരു വാതക നെബുല തകരണം. അതിനാൽ തകരുക. ഇത് നിങ്ങളുടെ നാശമല്ല, ഇത് നിങ്ങളുടെ ജനനമാണെന്ന് ഞാൻ കരുതുന്നു. 3. ചാരത്തിൽ നിന്ന് ഒരു തീർന്നടി, നിഴലുകളിൽ നിന്ന് ഒരു വെളിച്ചം ഉദിക്കും. 4. തകർന്ന സ്വപ്നങ്ങളുടെ ചാരത്തിൽ നിന്ന് ഒരു ഫീനിക്സ് പക്ഷിയെപ്പോലെ പ്രതീക്ഷ ഉയർന്നുവരുന്നു. 5. 1000 മരണങ്ങൾ ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. ഓരോ തവണയും മുമ്പത്തേക്കാൾ കൂടുതൽ തിളക്കമുള്ളവനും ശക്തനും നിർമ്മലനുമായി എന്നെ തന്നെ പുനർനിർമ്മിച്ചു. നാശത്തിന്റെ നടുവിൽ നിന്ന് ഞാൻ എന്റെ സൃഷ്ടാവായി. ഇരുട്ടിന്റെ നടുവിൽ നിന്ന് ഞാൻ എന്റെ സ്വന്തം പ്രകാശ സ്രോതസ്സായി മാറി. 6. കഷ്ടപ്പാടുകൾ പരിവർത്തനത്തിലേക്കും മോചനത്തിലേക്കും നയിച്ചേക്കാം, അത്ഭുതകരമായ നിഗൂഢതയിലേക്കും. 7. നമ്മെ തീയിൽ കോപിപ്പിക്കും, അപ്പോൾ നമ്മൾ കൂടുതൽ ശക്തരാകും. നമ്മൾ കഷ്ടപ്പെടുമ്പോൾ നമ്മൾ അതിജീവിക്കും. 8. തീയിലൂടെ എത്ര നന്നായി നടക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനം. 9. ഈ കഷ്ടപ്പാടിൽ മുൻകാല വിശ്വാസങ്ങളെല്ലാം ചോദ്യം ചെയ്യപ്പെടുന്നു. നമ്മുടെ സ്വന്തം മിഥ്യാധാരണയാൽ ജ്വലിപ്പിക്കപ്പെടുകയും ഇന്ധനമാക്കപ്പെടുകയും ചെയ്യുന്ന തീയിൽ അവ ദഹിപ്പിക്കപ്പെടുന്നു. വേദന നമ്മൾ ഇപ്പോൾ കുഴിച്ചിട്ടിരിക്കുന്ന ചാരമായി മാറുന്നു. ഏറ്റവും കൂടുതൽ ബന്ധിക്കപ്പെട്ട ഈ ഘട്ടങ്ങളിൽ നാം നമ്മെ തന്നെ കണ്ടെത്തുമ്പോൾ മാത്രമാണ് നമ്മൾ വീണ്ടും ഉയർന്നുവരുന്നത്. നമ്മുടെ ജീവിതത്തിലെ തന്നെ ഫീനിക്സ് പക്ഷി അത് കഴിഞ്ഞതിനേക്കാൾ വളരെ മനോഹരമാണ്. 10. എനിക്ക് എന്ത് സംഭവിക്കുന്നുവോ അത് എന്നെ മാറ്റും, പക്ഷേ അതിലൂടെ കുറയാൻ ഞാൻ വിസമ്മതിക്കുന്നു. 11. ജീവിതം അവളെ തകർക്കാൻ ശ്രമിച്ചു, പക്ഷേ ഒരു വജ്രം സൃഷ്ടിക്കുന്നതിൽ മാത്രമേ വിജയിച്ചുള്ളൂ. 12. വെളിച്ചം അനുഭവിക്കുകയും പ്രഭാതം ഇപ്പോഴും ഇരുട്ടായിരിക്കുമ്പോൾ പാടുകയും ചെയ്യുന്ന പക്ഷിയാണ് വിശ്വാസം. 13. അവൾ ഒരിക്കലും തകർന്നതായി തോന്നിയില്ല എനിക്ക്. അവൾ വിജയിച്ച യുദ്ധങ്ങളുടെ ഒരു അതിശയിപ്പിക്കുന്ന മൊസൈക്ക് ആയിരുന്നു. 14. അവശേഷിച്ചതെല്ലാം ചാരമാകുമ്പോൾ അവൾ വീണ്ടും ജ്വാലയിൽ വസ്ത്രം ധരിക്കും. അവളുടെ ഭൂതകാലത്തിന്റെ പൊടിയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് അവളുടെ ഭാവിയുടെ തീപ്പൊരി വീണ്ടും ജ്വലിപ്പിച്ചു. അവൾ ഒരു ഫീനിക്സ് പക്ഷിയായിരുന്നു. അവളുടെ സ്വന്തം രക്ഷ പുനർജന്മം പ്രാപിച്ചു, പുതുക്കി ഉയർത്തെഴുന്നേറ്റു. 15. പലപ്പോഴും ഏറ്റവും ആഴമേറിയ വേദനയാണ് നിങ്ങളുടെ ഏറ്റവും ഉയർന്ന വ്യക്തിത്വത്തിലേക്ക് വളരാൻ